നമസ്കാരം, ഞാൻ ഡോക്ടർ ജിമ്മി ജോസഫ്. ഞാൻ കൊരട്ടി മെഡിക്കൽ സെൻ്ററിൽ കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജനായി വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫ്രോസൺ ഷോൾഡറിനെ കുറിച്ചാണ്. അഥവാ അതിനെ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് എന്നും പറയും. ബേസിക്കലി ലഘുമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഉള്ളിലുള്ള ഒരു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ പാട എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഒരു ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഇറുകി പോണതിനാണ് അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത്. സാധാരണമായി ഇത് ഡയബറ്റീസ് ഉള്ള ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെങ്കിലും സാധാരണമായ ആൾക്കാരിലും ഇത് വരാം. ഇത് വളരെ ചെറിയ ചികിത്സകൾ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ്. യൂഷ്വലി നമ്മളിത് കൺഫേം ചെയ്യുന്നത് MRI ചെയ്തിട്ടാണ് കൺഫേം ചെയ്യുക. സാധാരണമായി നമ്മുടെ തോളിൻ്റെ അനക്കാനുള്ള ബുദ്ധിമുട്ട്, കൈ പിന്നിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഉയർത്തി പിടിച്ചൊരു കാര്യം മുന്നോട്ട് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് ഫ്രോസൺ ഷോൾഡർ എന്നൊരു ഡയഗ്നോസിസിലേക്ക് നമ്മൾ എത്തുക. MRIയിൽ ഇത് കൺഫേം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസൺ ഷോൾഡർ ഉള്ള ആൾക്കാർക്ക് കൈയുടെ ഉള്ളിലുള്ള തോളിൻ്റെ ഉള്ളിലുള്ള വേറെ വള്ളികളോ പേശികൾക്കോ പൊട്ടലില്ല എന്ന് കൺഫേം ചെയ്തിട്ട് വേണം അതിൻ്റെ ചികിത്സ തുടങ്ങാനായി. അതുകൊണ്ട് MRI വഴി കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചെക്ഷൻസും ഭയങ്കര റെയർലി ആയിട്ട് സർജറീസിലേക്കും പോകാവുന്ന ഒരു കണ്ടീഷനാണ് ഫ്രോസൺ ഷോൾഡർ. എൻ്റെ സേവനം ഇവിടെ ചൊവ്വ വ്യാഴ ദിവസങ്ങളിൽ വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെ ലഭ്യമാണ്.